ഇടത്തരം വരുമാനമുള്ളവർക്ക് സഹകരണ ഭവന പദ്ധതി പ്രഖ്യാപിച്ച് സംസ്ഥാന ബജറ്റ്. ധനമന്ത്രി കെ. ബാലഗോപാലാണ് സംസ്ഥാന സർക്കാരിന്റെ 5ാമത് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കില്ല, അതേസമയം 3 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നഗരങ്ങളിൽ 1 ലക്ഷം വീടുകൾ സജ്ജമാക്കും. കേരളത്തെ ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്നും ധനമന്ത്രി പറഞ്ഞു. ടൂറിസം മേഖലയ്ക്കായി 355.02 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ചതായി മന്ത്രി പറഞ്ഞു. വയനാട് പുനരധിവാസത്തിനായി 750 കോടി രൂപ, ലൈഫ് പദ്ധതിക്കായി 1160 കോടി രൂപ, കെഎസ്ആർടിസിക്ക് ആധുനിക ബസ്സുകൾ വാങ്ങിക്കാൻ 178.96 കോടി, കെഎസ്ഇബിക്ക് 1088.8 കോടി, സൗജന്യ യൂണിഫോം പദ്ധതിക്കായി 150.34 കോടി, നെൽകൃഷിക്ക് 150 കോടി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാരുണ്യ പദ്ധതിക്ക് 700 കോടി, സഞ്ചാരികൾക്ക് കെ ഹോം 5 കോടി, പൊതുമരാമത്ത് റോഡുകൾക്കും പാലങ്ങൾക്കും 3061 കോടി, AI സ്റ്റാർട്ടപ്പ് മിഷന് 1 കോടി, ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ വികസനത്തിന് 212 കോടി, ഉൾനാടൻ ജലഗതാഗതത്തിന് 500 കോടി എന്നിവ വകയിരുത്തി. ഉന്നത വിദ്യാഭ്യാസത്തിന് മികവിന്റെ 7 കേന്ദ്രങ്ങൾ, മുതിർന്ന പൌരന്മാർക്ക് ഓപ്പൺ എയർ വ്യായാമ കേന്ദ്രങ്ങൾ, സർക്കാർ വാഹനങ്ങൾ മാറ്റിവാങ്ങാൻ 100 കോടി, സൈബർ ഡിവിഷൻ ശക്തിപ്പെടുത്താൻ 2 കോടി, വന്യജീവി ആക്രമണം തടയാൻ 50 കോടിയുടെ പദ്ധതി, തീർത്ഥാടന ടൂറിസത്തിന് 20 കോടി, ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് 20 കോടി, കാർഷിക സർവകലാശാലയ്ക്ക് 43 കോടി എന്നിവ പ്രഖ്യാപിച്ചു. തെരുവുനായ വന്ധ്യംകരണത്തിന് 2 കോടി, മത്സ്യമേഖലയ്ക്ക് 295 കോടി, കുടുംബശ്രീക്ക് 270 കോടി എന്നിവയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസം നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്.